കല്യാണ സൗഗന്ധിക പുഷ്പം കണ്ടത് ആ സമയത്ത് പാഞ്ചാലിയോടുള്ളൊരു ശൃംഗാരപദമാണ്. പാഞ്ചാലരാജനെ പങ്കജേക്ഷനെ പഞ്ചസായക നിലയെ എന്ന് തുടങ്ങുന്നത്. ഇത് ശൃംഗാരത്തിന് ഉപയോഗിച്ചാൽ അടുത്ത കാലകേവത കഥയിൽ പാശുപതാസ്ത്രം ലഭിച്ച് വളരെ അഭിമാനത്തോടെ ഇരിക്കുന്ന അർജുനൻ്റെ സമീപത്തേക്ക് മാതലി, ഇന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതലി വരികയാണ്. ആ സമയത്ത് അർജുനനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് കരബലമേലുന്ന നൃപന്മാരാൽ അതിദുരാരോപമായുള്ള ധനുസിങ്കൽ നല്ല ശരമഞ്ജുൻ തൊടുത്തേതു ചാരുതരുണി മണിയെ പാണിഗ്രഹണം ചെയ്തൊരു വീര എന്നൊക്കെ പുകഴ്ത്തുന്നുണ്ട്. ഈ പുകഴ്ത്തൽ സഹിക്കാതെ ഇത്തരം പുകഴ്ത്തൽ കേൾക്കുമ്പോൾ ഞെളിഞ്ഞിടുന്ന ജളന്മാരുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പറയുന്നൊരു, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് എന്ന് പറയുന്നൊരു 56 മാത്രയിലുള്ള ഒരു പദം. ഈ നേരത്തെ 32 മാത്രയിലുള്ളതാണെങ്കിൽ ഈ കാലയോധ കഥയിൽ 56 മാത്ര നീളമുള്ളൊരു സലജോഹം തവ ചാടു വചനത്താൽ അതിനലംഭാവം മനസ്സിനെ വഹിച്ചാലും ഹന്ത. അത് ഒരു താളോട്ടം മാത്രം പാടും. എനിക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു രാഗത്തിനെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നത്തെ വലിയ 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 വകയകാരന്മാർ ഒരേ രാഗത്തെ തന്നെ രൗദ്രമായിട്ടും ശൃംഗാരമായിട്ടും ഒക്കെ ആ ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സൂചിപ്പിച്ചു. അതെ അതെ ഓക്കെ. ഇങ്ങനെ പോവും. ഇതേ രാഗം തന്നെ തൻ്റെ ഗുരുനാഥൻ്റെ വില്ല് മുറിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ചു വരുന്ന ശ്രീരാമൻ്റെ ഘോഷയാത്രയുടെ ശബ്ദം കേട്ട് ആരാണ് നടന്നു വരുന്നത് എന്ന് വളരെ ദേഷ്യത്തോടു കൂടി പരശുരാമൻ ചോദിക്കുന്ന ഒരു പദം. ആരടാ നടൽ നീടുന്നു, ആരടാ നടൽ നീടുന്നു, ആരടാ നടൽ നീടുന്നു, ആരടാ നടൽ നീടുന്നു, ആരടാ നടൽ നീടുന്നു. രാമനോടാ മൂഢ, രാമനോടാ മൂഢ, വീരനെങ്കിൽ എന്നെ നീ, വീരനെങ്കിൽ എന്നെ നീ, വീരനെങ്കിൽ എന്നെ നീ ജയിച്ചു പോകവേ, ജയിച്ചു പോകവേ. ഇതേ രാഗം തന്നെ തൻ്റെ 9 കുട്ടികൾ മരിച്ച 9ാമത്തെ കുട്ടിയുടെ ശവശരീരവുമായി യാദവ സഭയിലേക്ക് വന്ന ബ്രാഹ്മണൻ
കഷ്ടവിധു കാൺമിനെൻ്റെ കറ്റക്കിടാവിധി ദൃഷ്ടി മനശേഷ ചെയ്ത് എട്ടുപാലന്മാരി വണ്ണം പെട്ടുപോയി മമ മക്കൾ എന്നൊക്കെ വിലപിച്ച സമയത്ത് ശ്രീകൃഷ്ണൻ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പോയി. ആ സമയത്ത് അർജുനൻ ചെന്ന് സമാധാനിപ്പിക്കുകയാണ്. പരിധിയേ